സാധാരണക്കാരിൽ എത്തിക്കുന്നത്. അറിവിൻ്റെ വെളിച്ചം സമൂഹത്തിലാകെ പടർത്തുന്നത്, ആധുനിക കാലത്തിൻ്റെ മൂല്യങ്ങൾ പകർന്ന് സമൂഹത്തെ പരിഷ്കരിക്കുന്നത്, ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളിൽ വലിയ സംഭാവനകളാണ് CMS നൽകിയിട്ടുള്ളത്. ഇത് കൂടുതൽ വിശദമായ ചരിത്രപരമായ വിലയിരുത്തൽ ആവശ്യമായി വരുന്ന കാര്യവുമാണ്. കേരളത്തിൽ ഔപചാരിക വിദ്യാഭ്യാസം ജാതിമതഭേദമന്യേ എല്ലാവർക്കും ലഭിക്കത്തക്ക രീതിയിൽ സ്കൂളുകളും കോളേജുകളും ആരംഭിച്ചത് ചർച്ച് മിഷണറി സൊസൈറ്റിയാണ്. ആ കാലത്ത് ജാതി വ്യവസ്ഥ വളരെ കർക്കശമായിരുന്നു. അങ്ങനെയുള്ളൊരു കാലത്ത് ചിലർക്ക് പഠിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ അത് സൂചിപ്പിക്കുകയുണ്ടായി. അവിടെയാണ് എല്ലാ ജാതിക്കാർക്കും പഠിക്കാൻ അവസരം നൽകുന്ന നില സ്വീകരിച്ചത്. അതുപോലെ തന്നെ എല്ലാ തലങ്ങളിലും എല്ലാ ജാതിക്കാർക്കും പ്രവേശനം കൊടുക്കാൻ തയ്യാറായി. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ വിദ്യാഭ്യാസത്തിൽ ഉൾക്കൊള്ളിക്കാൻ തയ്യാറായി. ഇങ്ങനെ പുരോഗമനപരവും മാതൃകാപരവുമായ നിലപാടുകളുമായി കേരള സമൂഹത്തെ ഒരു തരത്തിൽ അവർ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. KR നാരായണൻ കേരളത്തിൻ്റെ അഭിമാനമായി നാം എല്ലാം കണക്കാക്കാറുണ്ട്. അദ്ദേഹത്തിന് പഠിക്കാൻ അവസരം ലഭിച്ചത് CMS സ്ഥാപനത്തിലാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആ കാലം ജാതി വിവേചനം നല്ലതുപോലെ നിലനിന്ന കാലമാണ്. അത്തരമൊരു കാലത്ത് പല വിദ്യാലയങ്ങളിൽ പഠിക്കാൻ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് അവസരം ലഭിക്കാൻ വിഷമമുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ CMS അന്ന് കൈക്കൊണ്ടത് എത്രയോ പുരോഗമനപരമായ നിലപാടായിരുന്നു എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. 200 വർഷം മുൻപാണ് ചർച്ച് മിഷണറിമാർ തോമസ് നോട്ടന്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തുന്നത്. കിഴക്കിൻ്റെ വെനീസായി അറിയപ്പെട്ടിരുന്ന ആലപ്പുഴയിലാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹത്തെ പിന്തുടർന്ന് ബിഷപ്പ് പീച്ചിലി, ഹെൻറി ബേക്കർ, ബെഞ്ചമിൻ ബെയ്ലി തുടങ്ങിയവരെല്ലാം ഇവിടെ വന്നു. ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 200 വർഷത്തെ പാരമ്പര്യം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ, ഭവന, കൃഷി സഹായ പരിപാടികൾ ഈ സഭ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഇവിടെ അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിച്ചു, 4 വർഷക്കാലം നീണ്ടുനിന്ന ആഘോഷങ്ങളുടെ പരിസമാപ്തിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങളിലായി വ്യാപിച്ചു കിടന്ന
ഭാരതപ്പുഴ മുതൽ കല്ലടയാറ് വരെയുള്ള പ്രദേശങ്ങളെ മുഖ്യ പ്രവർത്തന മേഖലയായി തെരഞ്ഞെടുത്ത CMSൻ്റെയും മിഷണറിമാരുടെയും സംഭാവനകൾ അവിസ്മരണീയമാണ്. മിഷണറി ആഗമനം കേരള സമൂഹത്തിൻ്റെ മാറ്റത്തിനും സാമൂഹിക സാംസ്കാരിക പുരോഗതിക്കും ജനാധിപത്യപരമായ വികസനത്തിനും വലിയ തോതിൽ സഹായകരമായിട്ടുണ്ട്. സമത്വം എന്ന ആശയം അത് മുന്നോട്ട് വെച്ചു. അങ്ങനെ മിഷണറി സമൂഹം പ്രവർത്തിച്ചതിൻ്റെ കൂടി ഫലമാണ് ഇന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക ഔന്നത്യം എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിയിൽ നാം നേടിയ നേട്ടങ്ങളിൽ ഇങ്ങനെ ഓരോ വിഭാഗവും വഹിച്ച പങ്ക് ശരിയായ രൂപത്തിൽ വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസം, മലയാള സാഹിത്യം, അച്ചടി, സ്ത്രീ വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ, ഈ പ്രവർത്തന മേഖലകളിലെല്ലാം ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള പ്രവർത്തനം ഒരു പുതിയ സാമൂഹ്യ സമീപന രീതിക്ക് തന്നെ ഇവിടെ തുടക്കം കുറിക്കുകയുണ്ടായി. CSI സഭയുടെ മിഷനറി ആഗമനത്തിന്റെ 200ാം വാർഷികം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. കോട്ടയത്ത് തത്സമയം ആണ് കണ്ടത്. 500,000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ സർക്കാർ നടപടി ജനം സ്വീകരിച്ചുവെന്ന് പ്രധാനമന്ത്രി. ജപ്പാൻ സന്ദർശന വേളയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് മേലാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത് എന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള നീക്കം സ്വിസ് ബാങ്കിലാണ് നടത്തേണ്ടത് എന്ന് ശിവസേനയും ആരോപിച്ചു. 500,000 രൂപ നോട്ടുകൾ പിൻവലിച്ചുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിപക്ഷം ആരോപണം ശക്തമാക്കിയതിന് പിന്നാലെയാണ് നടപടിയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയത്. കള്ളപ്പണത്തിനെതിരെയുള്ള ശുചിത്വ പരിപാടിയാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ നീക്കം ജനം സ്വീകരിച്ചെന്നും ജപ്പാൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ये बहुत बड़ा स्वच्छता का अभियान है. ये किसी को परेशान करने के लिए नहीं है. तकलीफ हुई है, तकलीफ तो होती, मुझे भी अंदाज, मैंने पहले दिन भी कहा था, जब 8 तारीख को मैंने राष्ट्र के नाम संबोधन किया तब भी कहा था कि इतना बड़ा देश है, 50 दिन दिए हैं, जल्दबाजी करने की जरूरत नहीं है. 50 दिन दिए हैं, जाकर के अपने जो ईमानदारी के हक के पैसे हैं वो जमा कराएं, बदले में उनको खाते में पैसे आ जाएंगे. കള്ളപ്പണത്തിനെതിരെയുള്ള സർക്കാർ നടപടിയെ വിമർശിക്കാൻ ജനങ്ങളെ ചിലർ പ്രേരിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം നോട്ട് പിൻവലിക്കലിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് മേലാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതെന്നും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. സർക്കാർ നോട്ടുകൾ പിൻവലിക്കുന്നതിന് മുൻപേ വിവരങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ചോർത്തി നൽകിയിരുന്നുവെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. അതേസമയം കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള സർജിക്കൽ സ്ട്രൈക്ക് സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിലാണ് നടത്തേണ്ടതെന്ന പ്രതികരണവുമായി ശിവസേനയും രംഗത്തെത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് റദ്ദാക്കൽ ഒറ്റ രാത്രി കൊണ്ടുള്ള തീരുമാനമല്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. ഇതിനായി ജനങ്ങൾ സഹകരിക്കണമെന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. एटीएम्स को रिकैलिब्रेट करने में थोड़ा टाइम लगता है क्योंकि नए नोट्स की टेक्नोलॉजी उसमें फिट होने का उसका एक लीड टाइम होता है, वो ओवरनाइट नहीं हो सकता. लेकिन जैसा मैंने आपको बतलाया कि करोड़ों की संख्या में बैंकिंग सिस्टम, पोस्ट ऑफिस सिस्टम कस्टमर्स को एंटरटेन कर रहा है और ये कई दिनों तक चलता रहेगा. और हर व्यक्ति की जो पैसा बैंकिंग सिस्टम में आता है वो बिल्कुल सुरक्षित है. സംസ്ഥാനത്ത് പണമിടപാടുകൾക്കായി ജനം 4ാം ദിനത്തിലും നെട്ടോട്ടം ഓടുകയായിരുന്നു. 100ന്റെ നോട്ടുകൾക്കുണ്ടായ ക്ഷാമം ബാങ്കുകൾക്ക് തിരിച്ചടിയായി. എപ്പോൾ നോട്ടുകൾ എത്തിക്കും എന്നതിൽ RBI കൃത്യമായ മറുപടിയും നൽകുന്നില്ല എന്നാണ് പരാതി. ഇതേ തുടർന്ന് പല ATMകളിലും പണമില്ലാത്തതിനാൽ നേരത്തെ പൂട്ടി. ബാങ്കുകളിലാകട്ടെ രാവിലെ മുതൽ ആരംഭിച്ച തിരക്ക് അവസാനിക്കുന്നുമില്ല. ഈ മാസം 8-ാം തീയതി രാത്രിയോടെ കേന്ദ്രം പിൻവലിച്ച 500,000 രൂപ നോട്ടിന്റെ പ്രത്യാഘാതത്തിൽ നിന്നും ജനം ഇനിയും കരകയറിയിട്ടില്ല. സംസ്ഥാനത്തും ATMകളിൽ നിന്ന് പണമെടുക്കുന്നതിനും ബാങ്കുകളിൽ പണമിടപാട് നടത്തുന്നതിനുമായി ജനങ്ങൾ 4ാം ദിനത്തിലും നെട്ടോട്ടമോടുകയാണ്.
ഈ സാഹചര്യത്തിൽ 100ന്റെ നോട്ടുകൾക്കുണ്ടായ ക്ഷാമം ബാങ്കുകൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. 500, 1000 രൂപ ഉണ്ടായിരുന്നപ്പോൾ ഒരു ATMൽ 48 ലക്ഷം രൂപ വരെ നിറച്ചിരുന്നു. എന്നാൽ അത് 100, 50 എന്നാക്കിയപ്പോൾ 4 ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങി. ഇതോടെ 225 പേർക്ക് മാത്രമാണ് ഒരു ATMൽ നിന്നും 2000 രൂപ പിൻവലിക്കാനാവുക. എപ്പോൾ 100 രൂപ ബാങ്കുകളിൽ എത്തിക്കുമെന്നതിൽ RBI കൃത്യമായ മറുപടി നൽകുന്നില്ലെന്നാണ് ബാങ്കുകളുടെ പരാതി. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ പല ATMകളിലും പണമില്ലാത്തതിനാൽ ഭാഗികമായി പ്രവർത്തനം നിലച്ചു. എന്നാൽ ബാങ്കുകളിൽ രാവിലെ മുതൽ 4ാം ദിനത്തിലും തിരക്കിന് കുറവുണ്ടായില്ല. ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയി. ഇന്നലെ വലിയ ക്യൂ ആയിരുന്നു. ആ ക്യൂ കൊണ്ട് പേടിച്ച് തിരിച്ചു പോയതാ. ATM വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവര് പറയുന്നത് ഇന്നാകും നാളെയാകും. ഇന്നലെ വൈകിട്ട് പറഞ്ഞാൽ 3 മണിയാകുമ്പോൾ പിന്നെ പലരും പോയി പലരുടെ ബാങ്ക് SBI എന്നൊക്കെ SBT പോയി എടുത്തിട്ടുണ്ട്. 2ാം ശനിയായ ഇന്നും ഞായറാഴ്ചയായ നാളെയും ബാങ്കുകൾ പ്രവർത്തിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള അവസാനവട്ട ശ്രമമാണ് RBI നിർദ്ദേശപ്രകാരം ബാങ്കുകൾ ചെയ്യുന്നത്. എന്നാൽ 100 രൂപയ്ക്ക് നേരിടുന്ന ക്ഷാമം പരിഹരിക്കാതെയും പുതിയ 500ന്റെ നോട്ടുകൾ ATMൽ എത്തിക്കാതെയും പ്രശ്നപരിഹാരം വേഗത്തിൽ സാധ്യമല്ലെന്നാണ് വിലയിരുത്തൽ. S. ഷീജ, തിരുവനന്തപുരം. നോട്ട് പ്രതിസന്ധി തുടരുകയാണ്. കൊച്ചിയിൽ നിന്നും K. മുമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2 ദിവസങ്ങളായി തുടരുന്ന പ്രതിസന്ധി കൊച്ചിയിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ATMകൾക്ക് മുൻപിലെല്ലാം തന്നെ വലിയ നീണ്ട നിര തന്നെയാണ് ഉള്ളത്. ഇന്നലെ ഉച്ചയോടെ തന്നെ പല ATMകളുടെയും പ്രവർത്തനം നിലയ്ക്കപ്പെട്ടതാണ്. ഇന്ന് രാവിലെയും പല ATMകളും ഷട്ടർ അടച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പലരും ബാങ്കുകൾ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അതായത് രാവിലെ 9 മണിയോടെ തന്നെ പലരും ബാങ്കുകൾക്ക് മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ പല ATMകളും അടഞ്ഞ നിലയിലായിരുന്നു കാണപ്പെട്ടത്. എന്നാൽ ഒരു 11 മണിയോടെ ചില നാമമാത്രമായ ATMകൾ തുറന്നപ്പോൾ തന്നെ വലിയ ക്യൂ തന്നെയാണ് ഈ ATMകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ ക്യൂ ഇപ്പോഴും തുടരുകയാണ്. ഇതിനൊരു ശമനമായിട്ടില്ല. കാരണം ഈ നഗരത്തിൽ വളരെ ചുരുങ്ങിയ ATMകൾ മാത്രമേ ഇത്തരത്തിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. ഇതുകൂടാതെ ചില്ലറയ്ക്ക് വേണ്ടിയുള്ള പ്രതിസന്ധിയും തുടരുകയാണ്. കാരണം 100ന്റെ നോട്ടുകൾക്ക് വലിയ ക്ഷാമം നേരിടുന്നു. ബാങ്കുകളിൽ തന്നെ പലപ്പോഴും ഈ 100ന്റെ നോട്ടുകൾ കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതുകൂടാതെ പെട്രോൾ പമ്പുകളിലും മറ്റും ഇത്തരത്തിൽ 500ന്റെയും 1000ന്റെയും നോട്ടുകൾ കൊടുക്കുമ്പോൾ അത് മടക്കി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഈ 3 ദിവസങ്ങളായി തുടരുന്ന പ്രതിസന്ധി ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കൊച്ചിയിലെ ATMകൾക്ക് മുൻപിൽ നിന്നുള്ള നീണ്ട ക്യൂ കാണുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്. കള്ളപ്പണവും കള്ളനോട്ടും തടയാനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച 500, 1000 രൂപ നോട്ടുകൾക്ക് പകരം ഇറക്കിയ 2000 രൂപ നോട്ടിനും വ്യാജൻ. ചിക്കമംഗളൂരിലാണ് 2000 രൂപയുടെ കള്ളനോട്ട് പിടിക്കപ്പെട്ടത്. ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ചിക്കമംഗളൂരിലെ ഉള്ളി കർഷകനാണ് അജ്ഞാതനായ ഒരാൾ കള്ളനോട്ട് നൽകിയത്. ഇന്ന് രാവിലെ 2000 രൂപയുടെ ഫോട്ടോ കോപ്പി കൊടുത്താണ് അജ്ഞാതനായ ആൾ ഉള്ളി കർഷകനായ അശോകിനെ പറ്റിച്ചത്. ഒറിജിനൽ നോട്ടിന്റെ ഫോട്ടോ കോപ്പിയാണ് ഇതെന്ന് SP അണ്ണാമലൈ പറഞ്ഞു. അതേസമയം ആർക്കും എളുപ്പത്തിൽ ഫോട്ടോ കോപ്പി തിരിച്ചറിയാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഞ്ചനാ കുറ്റത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പണമില്ലാത്തതിനാൽ മധ്യപ്രദേശിൽ നാട്ടുകാർ റേഷൻ കട കൊള്ളയടിച്ചു. ഛത്തർപൂരിലാണ് സംഭവം. ഭക്ഷണം വാങ്ങാനോ ചികിത്സയ്ക്കോ പണമില്ല. 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നടപടി ഉത്തരേന്ത്യയിൽ പലയിടത്തും ക്രമസമാധാന പ്രശ്നമായി വളർന്നിരിക്കുകയാണ്. നിത്യച്ചെലവിനുള്ള പണമില്ലാതെ വലഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ പണമില്ലാതെയാണ് നാട്ടുകാർ റേഷൻ കട കയ്യേറി ധാന്യങ്ങൾ പിടിച്ചെടുത്തത്. ഛത്തർപൂർ ജില്ലയിലെ ATM കൗണ്ടറുകൾ പ്രവർത്തിക്കാത്തതും സ്ഥിതി ഗുരുതരമാക്കി. പണം നൽകാനില്ലാത്തതിനാൽ ഡോക്ടർ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നാണ് മുംബൈയിൽ നവജാത ശിശു മരിച്ചത്. മുംബൈ ഗോവണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം. 2ാം ശനിയാഴ്ച മിക്ക സ്ഥാപനങ്ങൾക്കും അവധി ദിനമായതിനാൽ രാജ്യത്തെ ATM കൗണ്ടറുകളിലും ബാങ്കുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പലയിടത്തും തിക്കും തിരക്കും സംഘർഷവും ഉണ്ടായി. ATM കൗണ്ടറുകൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകാത്തതും ബാങ്കുകളിൽ പുതിയ നോട്ടുകൾ എത്താത്തതും വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാക്കിയേക്കും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹകരണ ബാങ്കുകളെ തകർക്കാൻ ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് കാനം രാജേന്ദ്രൻ. RBIയുടെ അംഗീകാരത്തോടെയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നതെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയെ തകർക്കുന്നതിനുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ കാണേണ്ടതുണ്ട്. ജില്ലാ സഹകരണ ബാങ്കുകളാണെങ്കിലും സംസ്ഥാന സഹകരണ ബാങ്കാണെങ്കിലും മറ്റേത് ബാങ്കുകളും റിസർവ് ബാങ്കിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്, അവരുടെ ലൈസൻസോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. നോട്ടിന് ഏർപ്പെടുത്തിയ നിരോധനത്തെ തുടർന്ന് അരിക്കമ്പോളത്തിൽ വ്യാപാരം കുറഞ്ഞു. ആന്ധ്ര ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വാങ്ങുന്നതും മൊത്ത വ്യാപാരികൾ നിർത്തിവെച്ചു. നോട്ടിന്റെ ക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ അരി ഭക്ഷ്യധാന്യ ക്ഷാമവും നേരിടുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ എന്ന പ്രയോഗം പോലെയായി 500-ന്റെയും 1000-ന്റെയും നോട്ടുകളുടെ നിരോധനം. കേന്ദ്ര സർക്കാർ നടപടി കള്ളപ്പണം തടയുമോ എന്തോ. പണി കിട്ടിയതിന്റെ പട്ടികയിൽ അരിയും പെട്ടു. സംസ്ഥാനത്തെ അരി കമ്പോളത്തിൽ 70% വിൽപ്പന കുറഞ്ഞു. ഇക്കൂട്ടത്തിൽ ഭക്ഷ്യധാന്യങ്ങളും ഉൾപ്പെടും. അരി വാങ്ങാൻ വരുന്നവർ നിരോധിച്ച നോട്ടുകളുമായി എത്തുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. 1 പൈസയുടെ വില പോലുമില്ലാത്ത നോട്ടുകൾ വാങ്ങാൻ കഴിയാത്തതിനാൽ അരി വിൽക്കാനും കഴിയുന്നില്ലെന്ന് കൊല്ലം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് രമേഷ് കുമാർ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ 70% ബിസിനസ് കുറവാണ്. 70 ഒരു 80% ബിസിനസ്സാണ് കുറവാണ്. പഴയ നോട്ടേ ഉള്ളൂ എല്ലാവരുടെ കയ്യിലും. ആ നോട്ട് വാങ്ങാൻ പാടെന്ന് പറയുമ്പോൾ ആ നോട്ടല്ലേ എടുത്തുള്ളൂ. അപ്പോൾ ആ നോട്ടിന് സാധനം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ അതുകൊണ്ട് 70-80% ബിസിനസ് കുറവാണ്. അതിനിപ്പം വരുന്ന ആളുകളിൽ ചില സമയത്ത് ബാങ്കിൻ്റെ പ്രവർത്തനത്തിന് പല ശനി ഞായറൊക്കെ വെച്ച സ്ഥിതിക്ക് ചില സമയത്ത് അത് മാറ്റം ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഏതാണ്ട് ഇത് ഒരു കറക്റ്റായി പറഞ്ഞെങ്കിൽ ഒരു 10-20 ഒരു 2-3 ആഴ്ചയെങ്കിലും കുറഞ്ഞ പക്ഷം ഈ ഒരു മാറ്റം ഉണ്ടാകാൻ വരും. തെക്കൻ കേരളത്തിലേക്ക് ട്രെയിൻ ചരക്ക് ഗതാഗതം നിർത്തിവെച്ചതിനാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യധാന്യം കേരളത്തിലേക്ക് എത്തിക്കുന്നത് ലോറിയിലാണ്. മില്ലുടമകൾക്കും ലോറി ഉടമകൾക്കും പണം നൽകാൻ ബുദ്ധിമുട്ടായതിനാൽ അരി വാങ്ങുന്നത് മൊത്തവ്യാപാരികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അരി വാങ്ങുന്നത് നമ്മൾ കച്ചവടക്കാർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചില്ല. കാരണം വെച്ചാൽ വാങ്ങിയാൽ ആ ലാറി വാടക എബോ 50,000 കൊടുക്കേണ്ടി വരും. 50,000 നമ്മൾ 20,000 രൂപ ക്യാഷ് കൊടുക്കും. അപ്പോൾ 20,000 രൂപ ക്യാഷ് കൊടുക്കുന്നതിന് സെയിലില്ലാത്തതിന് നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധനം കൊടുത്തിട്ടില്ല. 1947 രാജ്യം പുറത്തിറക്കിയ നാണയമാണിത്. തലയും പുലിയും ആലേഖനം ചെയ്ത നാണയം. ഇത് 1970 നിരോധിച്ചു. ഇപ്പോൾ 1000-ന്റെയും 500-ന്റെയും നോട്ടുകളും നിരോധിച്ചു. എന്തായാലും നിരോധനം കൊണ്ട് പ്രതിസന്ധി മാത്രമാണ് ബാക്കിയായത്. പ്രായോഗിക തലത്തിൽ നിരോധനങ്ങളെല്ലാം ഫലവത്താകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.